വയനാട് മെഡിക്കൽ കോളേജ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവ് വന്നിരിക്കുകയാണ്. മാനന്തവാടി അമ്പുകുത്തിയിൽ വനം വകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. പകരം വനവൽക്കരണത്തിന് ബത്തേരി താലൂക്കിൽ വനം വകുപ്പിന് ഭൂമിയും നൽകിയിട്ടുണ്ട്. എം കമൽ ചേരുന്നുണ്ട്, വിവരങ്ങൾ നൽകാൻ. കമൽ, അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് നടപടികളിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വടിയിൽ നിലവിലുണ്ടായിരുന്ന ആശുപത്രിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്, അതായത് 5 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ആക്കി എത്തിയത്. പക്ഷേ അവിടെ അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യക്കുറവുണ്ട്. കാരണം ജില്ലാ ആശുപത്രിയുടെ സ്ഥലം ആശുപത്രി ഉണ്ട്, മറ്റ് ആശുപത്രി സൗകര്യങ്ങളുണ്ട്, ഹോസ്റ്റലും. ശരി, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട വാർത്തയാണ്. വയനാട് മെഡിക്കൽ കോളേജ് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ആവശ്യം പലതവണയായിട്ട് ഉയർന്നതാണ്. അതിലാണിപ്പോൾ നടപടി വരുന്നത്. മാനന്തവാടി അമ്പുകുത്തിയിൽ വനം വകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ ഏറ്റെടുത്തത്. എൻ്റെ ഉത്തരവ് വരുന്നുണ്ട്. കമൽ തുടരുന്നുണ്ട്. കമൽ, കേൾക്കാമെങ്കിൽ. അതായത് ഈ നിലവിൽ ഉണ്ടായിരുന്ന ജില്ലാ ആശുപത്രിയാണ് മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ് ആക്കി ഉയർത്തിയത് 5 വർഷം മുമ്പ്. ജില്ലാ ആശുപത്രിയുടെ സ്ഥലത്ത് അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള സ്ഥലപരിമിതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ കൈവശമുള്ള നിക്ഷിപ്ത വനഭൂമി ഏറ്റെടുക്കാം എന്നൊരു പ്രപ്പോസൽ വന്നത്. മാനന്തവാടി ടൗണിൽ തന്നെയാണ് ഈ ഭൂമി. അമ്പുകുത്തി 28 ഏക്കറോളം ഭൂമിയാണ് വനംവകുപ്പിന്റെ കൈവശമുള്ളത്. അവിടെ അക്കേഷ്യയും മറ്റ് പാഴ്മരങ്ങളുമാണ് ഉള്ളത് എന്നാണ് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയത്. അതുകൊണ്ട് തന്നെ അത്ര പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു വനഭൂമിയല്ല. നിക്ഷിപ്ത വനം എന്ന നിലയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയാണ്. അതിന് പകരമായി സുൽത്താൻ ബത്തേരി താലൂക്കിൽ വനം വകുപ്പിന് ഭൂമി വിട്ടു നൽകും. അവിടെ വനവൽക്കരണം നടത്താനായി ഇതിന് പകരമായി ഭൂമി വിട്ടു നൽകും. അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. എന്തായാലും 28 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കാനാകും. മാത്രമല്ല, നിലവിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം എന്നതും അനുയോജ്യമായ ഘടകമാണ്. ശരി, എം കമലാണ് വിവരങ്ങൾ നൽകിയത്.